എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ നമ്മുടെ LDF കൺവീനറാണോ NDA കൺവീനറാണെന്നാണോ ഞാൻ പറയേണ്ടത് ഇ പി ജയരാജനെ പറ്റി. കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ B ടീമിന്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ ഇ പി ജയരാജൻ. അതിന്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ. ഇവര് എവിടേക്കാണ് പോകുന്നത്? കേരളത്തിലെ CPM LDF കൺവീനർ തന്നെ പറയാണ് BJPയുടെ മികച്ച സ്ഥാനാർത്ഥികളാണ്. തിരുവനന്തപുരത്തെ, ആറ്റിങ്ങല്, കോഴിക്കോട്, അല്ലെ, കുറെ സ്ഥലത്തെ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച സ്ഥാനാർത്ഥികളാണ്. തൃശ്ശൂരിലെ എന്ന് ആരാ പറയുന്നത്? LDF കൺവീനർ. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ മമതയുണ്ട്. അപ്പൊ കേരളത്തിലെ CPM ഇപ്പോ ഞങ്ങൾ നേരത്തെ ആരോപിക്കുന്നത് പോലെ BJP നേതൃത്വവുമായിട്ടുള്ള അന്തർധാര മാത്രമല്ല, അവരുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ LDF കൺവീനർ ഇ പി ജയരാജന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ. അപ്പൊ ബിസിനസ് ബന്ധങ്ങൾ കൂടി കേരളത്തിലെ CPM-ഉം BJP നേതാക്കന്മാരും തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇവര് തമ്മിലൊരു അന്തർധാരയും ധാരണയുണ്ട്. ഇപ്പോ RSSന്റെ പത്രമായിരുന്നു ഓർഗനൈസർ, അതിന്റെ ചുമതലയുള്ള ആളായിരുന്നു ബാലശങ്കർ, അല്ലെ? ബാലശങ്കർ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞു, ഞങ്ങൾ കേരളത്തിലെ CPM-ഉമായി ഞങ്ങൾ ധാരണയുണ്ടായിരുന്നു, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല, അതൊരു രാഷ്ട്രീയ ആരോപണമല്ല, ഞങ്ങൾ ധാരണ ഉണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ബാലശങ്കർ. ബാലശങ്കർ ഓർഗനൈസറിന്റെ ചുമതലയുള്ള ആൾ കൂടിയാണ്, അറിയപ്പെടുന്ന, രാജ്യത്ത് അറിയപ്പെടുന്ന RSS നേതാവാണ്. അയാൾ തന്നെ പറയുകയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവരുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയാണ്, ആ കാലത്ത്, നിയമസഭാ കാലത്ത്. അപ്പൊ ആ ബന്ധം ഇപ്പോഴും തുടരുകയാണ്. ഇവർ തമ്മിൽ അവിഹിതമായ ബന്ധങ്ങൾ തുടരുകയാണ്. അതിപ്പോ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ വരെ എത്തി. സ്വന്തം പാർട്ട്ണറെ കുറിച്ച് ജയരാജൻ ആൾ ഡീസന്റാണ്. കാരണം സ്വന്തം പാർട്ട്ണറെ തള്ളി പറയാൻ പറ്റുമോ? സ്വന്തം പാർട്ട്ണർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് പറയണ്ടേ? അതാണ് ജയരാജൻ പറഞ്ഞത്. ജയരാജൻ പുറപ്പുറത്ത് കയറി പറയാണ്. ഇപ്പൊ BJPക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് CPM നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവർ തമ്മിൽ ധാരണയാണ്. നിങ്ങൾ എന്ത് ധാരണയാണെങ്കിലും ഒരു സീറ്റിൽ പോലും BJPയുടെ അക്കൗണ്ട് തുറക്കാൻ കേരളത്തിൽ UDF സമ്മതിക്കില്ല. അതാണ് ഞങ്ങളുടെ കടുത്ത നിലപാടാണ്, കർശനമായ നിലപാടാണ്. ഒരു സീറ്റിൽ പോലും BJPയുടെ അക്കൗണ്ട് കേരളത്തിൽ തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും പ്രാധാന്യമുള്ള ആരെങ്കിലും പോയി എത്ര പേര് BJPയിൽ നിന്ന് കോൺഗ്രസ് ചേരുന്നു? കഴിഞ്ഞ ദിവസം ഹരിയാനയിലും രാജസ്ഥാനിലും ചേരുകയാണ്. തെലങ്കാനയിലെ മുഴുവൻ സിറ്റിംഗ് BJP MPമാരും കോൺഗ്രസ് ചേരാൻ തയ്യാറായിട്ട് നിൽക്കുക, മുഴുവൻ പേരും. ഇതൊക്കെ ഇതിൽ കേരളത്തിൽ വലിയ പ്രാധാന്യമുള്ള ആരെങ്കിലും പോയോ? എന്തെങ്കിലും പ്രാധാന്യമുള്ള? പിന്നെ BJPക്കാര് ഒരു പ്രാവശ്യം വന്ന് ഇളക്കി, അതിന് കിട്ടിയല്ല BJP നേതൃത്വത്തിന് കറക്റ്റായിട്ട് കേരളത്തില് തന്നല്ലോ. ഞങ്ങൾ 24 മണിക്കൂറിനകം വെറുതെ ചൊറിയാൻ വരണ്ട. ഞാനാ പറയുന്നത്, വെറുതെ ചൊറിയാൻ വരണ്ട, കോൺഗ്രസിനെ ചൊറിയാൻ വരണ്ട. കേരളത്തിലെ BJP നേതൃത്വം അതിന് നിങ്ങൾ ഉദ്ദേശിക്കാത്ത തിരിച്ചടി കിട്ടും. അത്ര ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. പറഞ്ഞല്ലോ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ്. എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ വന്ന് കൈരളിക്കാരൻ വീണ്ടും പത്മജ എന്ന് പറയുന്ന വിഷയം എടുത്തിട്ടിട്ട് വീണ്ടും അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് CPM-ന്റെ അജണ്ടയാണ്. CPM ആണ് ഇടനിലക്കാരായി അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കാൻ നിന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറെ പേര് പറഞ്ഞല്ലോ, ദല്ലാൽ നന്ദകുമാർ പറഞ്ഞല്ലോ. അപ്പൊ ഈ ദല്ലാൽ നന്ദകുമാറിന്റെ ഫോണിലൊക്കെയാണ് കേരളത്തിലെ CPM-ന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. ദല്ലാൽ നന്ദകുമാറൊക്കെയാണ് CPM-ന് ഇടനിലക്കാരായി നിൽക്കുന്നത്. ദല്ലാൽ നന്ദകുമാറിന്റെ ഫോണിലാണ് കോൺഗ്രസ് നേതാക്കന്മാരെ CPM-ൽ കൊണ്ടുവരാനും BJP കൊണ്ടുപോകാനൊക്കെ കേരളത്തിലെ CPM നേതാക്കന്മാർ ശ്രമിക്കുന്നത്. നാണോ ഇല്ലേ നിങ്ങൾക്ക്? നാണം ഉണ്ടോ നിങ്ങൾക്ക്? ദല്ലാൽ നന്ദകുമാർ ഇടനിലക്കാരൻ, കേരളത്തിലെ CPM-കാരന്റെ. ഇവിടെ ഒരു വ്യവസായ പ്രമുഖൻ വന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞല്ല, എന്നെ എങ്ങാനും അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കകം മുഖ്യമന്ത്രിയുടെ ഓമന മകളെ ഞാൻ ജയിലിലാക്കുമെന്ന്. ഒരുത്തരും മിണ്ടിയില്ലല്ല, നട്ടല്ലല്ലോ. ഒരു CPM-കാരനും ഉണ്ടായില്ലല്ലോ പറയാൻ, മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഒരുത്തരും പറഞ്ഞില്ലല്ലോ, ഒരൊറ്റൊരുത്തരും പറഞ്ഞില്ലല്ലോ, മറുപടി പറഞ്ഞില്ലല്ലോ. എവിടെ പേടിച്ചോടിയാ? ഒരാളെ കണ്ടില്ലല്ലേ?
ആരെങ്കിലും ഏതെങ്കിലും CPM നേതാവ് വന്ന് നീ ആരോടാണെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരുത്തരം കാട്ടില്ലല്ലോ, പേടിച്ചോടിപ്പോയല്ലേ. അപ്പൊ പേടിയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പരിപാടി എല്ലാം ചെയ്തിട്ട് എല്ലാ ദിവസവും വന്ന് അത് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഇനി ഒന്നുമില്ല അതിൽ ചർച്ച. ആളാ നോക്കി കൊണ്ടുപോയിക്കോട്ടെ. നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ നിങ്ങളുടെ നേതാക്കളോട്. CPM അല്ല, ഇലക്ഷൻ കാലത്ത് ഇവരെല്ലാവരും വിളിച്ചിട്ടുണ്ട്, കുറെ ആളുകളെ വിളിച്ചിട്ടുണ്ട്. വരുവോ ഇല്ലെന്ന് നോക്കി. കാരണം തൃക്കാക്കരയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ആർക്കെങ്കിലും പരിഭവമുണ്ടോ, ആർക്കെങ്കിലും വിഷമമുണ്ടോ, വിഷമം ഉണ്ടാകാൻ സാധ്യത ആർക്കെങ്കിലും ഉണ്ടോ, അവരൊക്കെ കാലുമാറ്റൊരു നോക്കിയിട്ടുണ്ട്. നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ കാര്യമുള്ളൂ. അപ്പൊ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം പണിയാണ്, സെയിം ആളുകളാണ് ഇതിനെല്ലാം വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യണത്. മനസ്സിലായില്ലേ? ദല്ലാൽ നന്ദകുമാർ, ഇതാണ് CPMന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആള് കേരളത്തിലെ ഓപ്പറേഷൻ നടത്തുന്നത്. അയാളുടെ ഫോണിൽ കൂടിയാണ് കേരളത്തിലെ CPM പ്രവർത്തിക്കുന്നത്. നാണുണ്ടെങ്കിൽ എനിക്ക് മറുപടി പറ. ഞങ്ങൾക്ക് ഇയാളായിട്ട് ഒരു ബന്ധമില്ലാന്നൊന്ന് പറ. ദല്ലാൽ നന്ദകുമാറുമായിട്ട് കേരളത്തിലെ CPMന് ഒരു ബന്ധവുമില്ല എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പറ. ME ഗോവിന്ദമെന്ന് പറ, CPM സംസ്ഥാന സെക്രട്ടറി. നിങ്ങൾ എത്ര ഡീജനറേഷനാണ്, ജീർണതയാണ് കേരളത്തിലെ ഈ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. ജീർണത സംഭവിച്ച പാർട്ടിയായി കേരളത്തിലെ CPM മാറിയിരിക്കുക. ശരി, ആകെ പറഞ്ഞത് ചർച്ചയല്ല. അവരെ ഫോണിൽ വിളിച്ച് അവരെ വിളിച്ചിരുന്നു, ഞങ്ങളെ അറിയിച്ചിരുന്നു. ഇല്ല, കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ആളെ കബളിപ്പിക്കാൻ പറഞ്ഞ കേന്ദ്ര നിയമമാണ്, പാർലമെന്റ് പാസാക്കിയ നിയമം. അവിടെ നോട്ടിഫിക്കേഷൻ വന്ന തത്വം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നതിനെ കാപട്യമാണ്. അതല്ല വേണ്ടത്. അത് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി പറയാണ്. ആദ്യം പിണറായി വിജയൻ ചെയ്യേണ്ടത് 2019 നടന്ന പ്രക്ഷോഭത്തിലുണ്ടായ മുഴുവൻ കേസുകളും പിൻവലിക്കണം. ആ കേസുകളെല്ലാം പിൻവലിച്ചിട്ട് ഈ പൗരത്വ നിയമം രാജ്യത്ത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കുചേരണം. ഇത് BJPയുടെ കൂടെയാണ്, മനസ്സ് BJPയുടെ കൂടെയാണ്. എന്നിട്ട് അതിനെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരായി 5 കൊല്ലമായിട്ട് അവർ കോടതി കയറി കിടക്കാം. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ കേസ് പിൻവലിക്കുന്നു. ആത്മാർത്ഥത ആദ്യം തെളിയിക്കേണ്ടത് ആ കേസ് പിൻവലിക്കണം. പിന്നെ കേരളത്തിൽ നടപ്പാക്കൂല എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അതിനൊരു പ്രസക്തിയിൽ അപ്രസക്താണത്. അത് കേന്ദ്ര നിയമമാണ്, രാജ്യത്ത് മുഴുവൻ ബാധകമാണ്, ആപ്ലിക്കബിൾ ആണ്. ഒരു നിയമം പാർലമെന്റ് പാസാക്കിയ ആപ്ലിക്കബിൾ ആണ്. അതിനെതിരായിട്ട് നിയമപരമായ മാർഗങ്ങളും തേടി അതിനെതിരായ സമരങ്ങൾ ചെയ്ത് അത് അവരെ കൊണ്ട് പിൻവലിപ്പിക്കാൻ നോക്കുക. അത് മാത്രമാണ് മാർഗം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നമുക്ക് വീണ്ടും നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന റിപ്പോർട്ടിലേക്ക് പോകാം. തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് BJPയിൽ ചേരുകയാണ്. കമലേഷ് തെക്കേക്കാട് വീണ്ടും വിവരങ്ങളുമായി ചേരുന്നു. കമലേഷ്, ആരുടെയൊക്കെ പേരുകൾ ഇപ്പോൾ